ജസ്ന സലീം എന്ന യൂട്യൂബർ ഗുരുവായൂർ അമ്പലത്തിന്റെ പടിഞ്ഞാറ നടയിൽ കൂടെ നടന്ന് റീൽസ് എടുത്തു. അവര് കിഴക്കേ നടയിലെ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി ദൃശ്യങ്ങൾ എടുത്ത ശേഷം അത് പ്രചരിപ്പിച്ചു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഇവര് അബദ്ധവശ ചെയ്തതല്ല. ഇതിനു മുമ്പ് 2-3 ഇൻസിഡന്റ് ഇവർക്കെതിരായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് കിഴക്കേ ഭണ്ഡാരത്തിന് മുകളിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിലെ ഇവരൊരു കടലാസ് മാല ചാർത്തി റീൽസ് എടുത്തു. അതും യൂട്യൂബിൽ പ്രചരിപ്പിച്ചു. ഗുരുവായൂർ അമ്പലം പോലുള്ള പ്രസിദ്ധമായ അമ്പലങ്ങളിലെ അവിടെ ധാരാളം ഭക്തജനങ്ങൾ വന്നു ചേരുന്ന സ്ഥലങ്ങളാണ്. അവിടെ സെക്യൂരിറ്റി വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതുപോലുള്ള റീൽസ് എടുത്തിടാനുള്ള അനുവാദം കൊടുക്കാറില്ല. ഹൈക്കോടതി ഇതില് നേരത്തെ ഉണ്ടായ 1-2 സംഭവത്തിൽ ഇവർക്കെതിരായിട്ട് നടപടി എടുത്തിട്ടുണ്ട്. ഇവർക്കെതിരായിട്ട് നടപടികളെ ചില ഏരിയയിൽ ഇനി റീൽസ് എടുക്കാൻ പാടില്ല, ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് വിലക്കിയിട്ടുമുണ്ട്. ജസ്ന സലീം മുമ്പ് ക്ഷേത്ര നടപ്പുരയിലെ ഒരു കേക്ക് മുറിച്ചിട്ട് അവരുടെ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതൊരു അവഹേളനമായിട്ട് തന്നെ തോന്നാം. അവർക്ക് സൗകര്യം പോലെ വന്ന് കേക്ക് മുറിക്കാനോ ഇവിടുത്തെ ആ അമ്പലത്തിന്റെ ഓരോ ഭാഗത്ത് അവർ വിവിധ തരത്തിൽ മാല ചാർത്തുന്നോ മറ്റോ പോസ്റ്റ് ചെയ്ത് റീൽസ് എടുത്ത് അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അത് കോടതി വിലക്കിയിട്ടുണ്ട്. നടപ്പുരയെ വീതി വിസ്തീരിച്ച് വിലക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ നേരത്തെ ഇവരുടെ തന്നെ ഒരു ഇഷ്യൂവിൽ ഒരു ഉത്തരവുണ്ടായിട്ടുണ്ട്. മതപരമായ ചടങ്ങോ വിവാഹ സമയത്തോ ഫോട്ടോ എടുക്കാൻ ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയിലേക്ക് ആളാകാനായിട്ടും സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെ കൂട്ടാനും മതപരമായ പുണ്യസ്ഥലങ്ങളിൽ പോയിരുന്ന് ഇതുപോലെ റീൽസ് എടുക്കുന്നത് ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട്. ഇവരുടെ പ്രവൃത്തിയിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോലീസ് ഒരു കേസെടുത്തിട്ടുണ്ട്. കാരണം അവര് കിഴക്കേ നടയിലെ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി ആ ദൃശ്യങ്ങൾ അവർ പ്രചരിപ്പിച്ചു. അത് റീൽസ് ഇട്ട് പ്രചരിപ്പിക്കും. അതിനുള്ള ഒരു വേദിയല്ല പള്ളിയും മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും അമ്പലങ്ങളും ഒക്കെ. അത് ഇവർ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള യൂട്യൂബേഴ്സ് അത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം പുണ്യമായ സ്ഥലങ്ങളാണ്, ഏത് മതത്തിൻ്റെ ആയാലും ശരി. അതിനെ അവഹേളിക്കുന്ന രീതിയിൽ അവിടെ പോയി നിങ്ങളുടെ സന്നിഷ്ടം കാണിച്ച് അവിടെ ചില റീൽസ് ഇട്ട് അതിൽ ചില ആളാകാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അതിന് പോലീസ് കേസെടുക്കണം. ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇതുപോലെയായ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു മലീഷ്യസ് ആക്ട് എന്നേ ഇതിന് പറയാനൊക്കുള്ളൂ. മനഃപൂർവമായ, അവിടെ അല്ലല്ലോ, അവർക്ക് വേറെ എവിടെ പോയി റീൽസ് എടുക്കാമല്ലോ. ഈ അമ്പലത്തിലെ പരിശുദ്ധമായ അമ്പലത്തിൽ വന്ന് കൂടെ ഇതുപോലത്തെയുള്ള റീൽസ് ഇട്ടിട്ട് അവഹേളനമെന്ന് മാത്രമേ അതിന് പറയാനൊക്കുള്ളൂ. അങ്ങനെ മനസ്സുള്ള ഒരു സ്ത്രീ തന്നെയാണ് ജസ്ന സലീം എന്ന് പറയേണ്ടി വരും. കാരണം അവർക്കെതിരായിട്ട് 295 വകുപ്പ് പ്രകാരം IPC അതിനുള്ള BNSന്റെ വകുപ്പുകൾ സെക്ഷൻ മാറും. എങ്കിലും 295A എന്ന ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആണ് അവരുടെ, അല്ലെങ്കിൽ മലീഷ്യസ് ആക്ട് ആണ്. ദുഷ്ടവിചാരത്തോടുകൂടി, മോശവിചാരത്തോടു കൂടിയാണ് അവര് അമ്പലത്തിലെ പുണ്യസ്ഥലത്തിൽ നിന്ന് അവളിലൂടെ നടന്ന് റീൽസ് ഇടുകയും അവിടെ മാല ചാർത്തുകയും, ഒരു വിഗ്രഹത്തിൽ നേരത്തെ കടലാസ് മാല ചാർത്തിയിട്ടുണ്ട്. വേറൊരു വിഗ്രഹത്തിന്റെ ഭണ്ഡാരത്തിന്റെ മുകളിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ അവിടെ വെച്ച് കേക്ക് മുറിച്ചിട്ടുണ്ട്. 3-4 ഇൻസിഡന്റായി. ഇവരെ ഇനി പിടിച്ചു കെട്ടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് അതിശക്തമായ നടപടി ഗുരുവായൂർ പോലീസ് എടുക്കുമെന്ന് കരുതുന്നു ഞാൻ. 295A വകുപ്പ് പ്രകാരം അത് അബദ്ധവശ സംഭവിച്ചു പോയതാണെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും അത് ഒരു എക്സ്ക്യൂസ് കൊടുക്കാം. പക്ഷെ ഇവരങ്ങനെയല്ല. ഹൈക്കോടതിയുടെ വാണിംഗ് വന്നിട്ടും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ചില ഏരിയയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് ഇവരുടെ ചെയ്തി കൊണ്ട് ആ ഏരിയ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കൃത്യമായ ഡയറക്ഷൻ ഹൈക്കോടതി കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും പുതിയ കേസ് വന്നിരിക്കുന്നു. ഗുരുവായൂർ പോലീസ് എന്തായാലും കേസെടുത്തിട്ടുണ്ട്. 295A പ്രകാരം
3 വർഷത്തെ തടവ് ലഭിക്കുന്ന കുറ്റമാണ് എന്ന് അവർക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇതിനകത്ത് പ്രോസിക്യൂഷൻ തീർച്ചയായിട്ടും അവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, അവരെ റിമാൻഡ് ചെയ്യേണ്ടി വരും, അവരെ ജാമ്യം എടുത്തിട്ട് പൊക്കോട്ടെ. പ്രോസിക്യൂഷൻ എന്തായാലും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകും. കാരണം സാക്ഷികളൊന്നും വേണ്ട, അവർ തന്നെ റീൽസ് എടുത്തിരിക്കുന്നതുകൊണ്ട് ആ യൂട്യൂബിലുള്ള ദൃശ്യങ്ങൾ മാത്രം മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇതുപോലെ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കുക. അമ്പലത്തിനെയും പള്ളികളെയും മുസ്ലിം പള്ളികളെയും അങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളെയും ഒന്നും അവഹേളിക്കുന്ന രീതിയിൽ അവിടെ പോയി ആളായി ഫോട്ടോ എടുത്ത് അത് യൂട്യൂബിൽ ഇടുന്നത് അവഹേളനപരമായ കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ നിന്ന് പിന്വാങ്ങുന്നതാണ് നല്ലത്. അതിശക്തമായ നടപടി പോലീസ് എടുക്കും. കാരണം അത് എടുത്തേ പറ്റുള്ളൂ. മതപരമായ പുണ്യസ്ഥലത്ത് പോയി ഈ രീതിയിൽ റീൽസ് എടുത്ത് അവഹേളനപരമായ രീതിയിലാണ് അത്. കാരണം അവർക്ക് ചില ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്ത് പ്രത്യേക ഇന്ത്യൻ പീനൽ കോഡിൽ അല്ലെങ്കിൽ BNS പ്രത്യേക വകുപ്പുകൾ തന്നെയുണ്ട്. ഇങ്ങനെ ഒരു മതത്തിനെ ധിക്കരിക്കുന്നത്, മതത്തിനെ അവഹേളിക്കുന്ന രീതിയിൽ റീൽസ് എടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സൂക്ഷിക്കുക. യൂട്യൂബേഴ്സ് എല്ലാവരും ഇത് സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുന്നതാണ് ഉചിതം.